നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇന്ന് മാർച്ച് 4, കുംഭഭരണി. കുംഭമാസത്തിലെ ഭരണി നാൾ ദേവീക്ഷേത്രങ്ങളിൽ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പല രാശിയുടെയും ജീവിതത്തിൽ ദേവിയുടെ അനുഗ്രഹവും സംരക്ഷണവും ഉണ്ടാകും. അതിലൂടെ അവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ കരസ്ഥമാക്കുവാനും കഴിയും. ഏതൊക്കെയാണ് ആ നാളുകാരെന്നും കുംഭമാസത്തിലെ ഭരണിയിലെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നതുമാണ് ഇന്നത്തെ വീഡിയോ. ഈ മാസത്തിൽ ദേവീ ദർശനം നടത്തുന്നതും ഉപാസന നടത്തുകയും ചെയ്യുന്നത് സമസ്ത ജീവിത വിജയങ്ങളും നേടിത്തരുമെന്നാണ് വിശ്വാസം. ചൊവ്വാദോഷങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണിത്. കേരളത്തിലെ മിക്ക ദേവീ ക്ഷേത്രങ്ങളിലും ഭദ്രകാളി ക്ഷേത്രങ്ങളിലും കുംഭം മീനം മാസങ്ങൾ വളരെ പ്രധാനമാണ്. കുംഭത്തിലെയും മീനത്തിലെയും ഭരണി നാളുകൾ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിനങ്ങളാണെന്ന് കരുതുന്നു. ഈ ദിവസങ്ങളിൽ ഗോത്രത്വ നിയമ നിറഞ്ഞതും പൗരാണിക കരകൗശല വിദ്യകൾ പ്രദർശിപ്പിക്കുന്നതുമായ ആഘോഷങ്ങളാണ് ക്ഷേത്രങ്ങളിൽ നടക്കാറ്. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചയോടു കൂടിയാണ് ഭരണി ആഘോഷം തന്നെ ഉണ്ടാകുന്നത്. ആറ്റുകാലിലെ പൊങ്കാലയും കുംഭത്തിലാണ്. ചോറ്റാനിക്കരമാക്കം ആഘോഷവും ഇതേ മാസത്തിൽ തന്നെ. ചാന്താട്ടം, കുത്തിയോട്ടം, കുരുതി, രക്തപുഷ്പാഞ്ജലി, ഗരുഡൻ തൂക്ക്, താലപ്പൊലി, ഉച്ചാരവേല, പൂരോത്സവം, തോറ്റംപാട്ട്, കാളിയൂട്ട് എന്നിങ്ങനെ ഒട്ടേറെ വഴിപാടുകളും നേർച്ചകളും ഈ മാസം നടക്കുന്നു. ഊട്ട്, പാട്ട്, വേല, വിളക്ക്, തീയാട്ട്, കളിയാട്ടം, ഭരണി, വേല എന്നിവയാണ് ദേവിയെ പ്രീതിപ്പെടുത്തുവാനുള്ള പ്രധാന വഴിപാടുകൾ. പൊങ്കാല, ഉച്ചാരവേല, കലംകരിപ്പ്, പൂരോത്സവം എന്നിവയും ചില ക്ഷേത്രങ്ങളിൽ നടത്തിവരുന്നു. ഇതിനെല്ലാം പ്രകൃതി ആരാധനയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് കാണാൻ കഴിയുക. ഇതിനർത്ഥം ദേവീ പൂജയിൽ പ്രകൃതി ആരാധനയും മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. കുംഭഭരണി നാളിൽ ചില രാശിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന കാലമാണ്. തൊട്ടതെല്ലാം പൊന്നായി മാറും. ദേവിയുടെ അനുഗ്രഹവും സംരക്ഷണവും ജീവിതത്തിലുണ്ടാകും. ഏതൊക്കെയാണ് ആ നാളുകാരെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് മേടം രാശിയാണ്. മേടം രാശിയുടെ ജീവിതത്തിൽ അത്യപൂർവമായ പലവിധ നേട്ടങ്ങളും ജീവിത വിജയവും ഉണ്ടാകുന്ന സമയമാണ്. തൊട്ടതെല്ലാം പൊന്നായി മാറും. ഇനി നിങ്ങൾക്ക് കഷ്ടപ്പാടിന് അറുതി വരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയുന്ന കാലഘട്ടം. ഈശ്വരൻ നിങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കുകയും കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ദൃശ്യമാകുവാൻ കഴിയുന്ന സമയം കൂടിയാണിത്. ഈശ്വരൻ്റെ അനുഗ്രഹവും സംരക്ഷണവും ജീവിതത്തിൽ ഉണ്ടാകും. തള്ളിപ്പറഞ്ഞവരും മാറ്റി നിർത്തിയവരുമൊക്കെ നിങ്ങളുടെ വളർച്ച കണ്ട് ഇനി അമ്പരക്കുന്ന കാലഘട്ടമാണ്. ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറെ കാലമായി ആഗ്രഹിക്കുന്ന പല ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാകും. കുടുംബം സന്തോഷത്തിലും സമാധാനത്തിലും മുന്നോട്ടു പോകും. അടുത്തതായി വന്നിരിക്കുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിയുടെ ജീവിതത്തിലും തൊട്ടതെല്ലാം പൊന്നായി മാറുന്ന കാലഘട്ടമാണ്. ജീവിതത്തിൽ വളരെ വലിയ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും കടന്നു വരും. നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുവാൻ കഴിവുള്ള ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. സന്താന സൗഭാഗ്യങ്ങൾക്കുള്ള യോഗം നിലനിൽക്കുന്നുണ്ട്.
അതുപോലെ അവിവാഹിതരായവർക്ക് വിവാഹത്തിനുള്ള യോഗവും ഈ സമയം കടന്നു വരും. പ്രണയിക്കുന്നവർക്ക് അവരുടെ പ്രണയ സാക്ഷാത്കാരങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. ജീവിതത്തിൽ പുത്തൻ വെളിച്ചവും മാറ്റങ്ങളും കടന്നു വരും. നിങ്ങളെ തേടി പല സന്തോഷ വാർത്തകളും ഈ കാലയളവിൽ എത്തുന്നതാണ്. കുടുംബസമേതം വിനോദയാത്രകളും തീർത്ഥാടന യാത്രകളും പോകുവാൻ കഴിയും. നിങ്ങളുടെ കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉടലെടുക്കും. കളഞ്ഞുപോയ പല വസ്തുവകകളും തിരികെ ലഭിക്കുന്നതിനും ഈ സമയം യോഗം കാണുന്നു. ഈശ്വരൻ്റെ അനുഗ്രഹവും സംരക്ഷണവും നിങ്ങളുടെ മേലുണ്ട്. അതിനാൽ തന്നെ ഈ കാലയളവിൽ നിങ്ങൾ എന്ത് പ്രവൃത്തി തന്നെ ചെയ്താലും അതിലൊക്കെയും നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കുവാൻ കഴിയും. നിങ്ങളുടെ നടക്കാതിരുന്ന പല ആഗ്രഹങ്ങളും നിറവേറുന്ന സമയമാണ്. വിദേശ പഠനത്തിനുള്ള യോഗവും വിദേശ യാത്രയ്ക്കുള്ള യോഗവും നിലനിൽക്കുന്ന കാലഘട്ടം. സർക്കാർ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ശമ്പള വർധനവും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാവുന്ന ഒരു കാലയളവ് കൂടിയാണിത്. അടുത്തതായി വരുന്നത് തുലാം രാശിയാണ്. തുലാം രാശിയുടെ ജീവിതത്തിലും നേട്ടങ്ങളുടെ സമയമാണ്. നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതമാണ് ഇന്ന് നിങ്ങളെ തേടിയെത്തുവാനിരിക്കുന്നത്. ഈശ്വരൻ്റെ അനുഗ്രഹവും സംരക്ഷണവും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഒന്നിനും നിങ്ങൾക്ക് ആരുടെ മുന്നിലും കൈനീട്ടേണ്ടതായി വരുന്നില്ല. എന്തുതന്നെ ആയാലും അതൊക്കെ നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെയും ആത്മാർത്ഥ പരിശ്രമത്തിലൂടെയും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. പൂർത്തീകരിക്കാതെ കിടക്കുന്ന വീടിൻ്റെ പണികളൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് പുനരാരംഭിക്കുവാൻ കഴിയും. വേഗത്തിൽ തന്നെ വീട് പണികളും മറ്റു കാര്യങ്ങളും തീർത്ത് നിങ്ങൾക്ക് അവിടേക്ക് താമസം മാറുന്നതിനുള്ള യോഗവും നിലനിൽക്കുന്നുണ്ട്. ഈശ്വരൻ്റെ അനുഗ്രഹവും സംരക്ഷണവും നിങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി ഒന്നിനും ആരുടെ മുന്നിലും കൈനീട്ടേണ്ടതായി വരുന്നില്ല. പണവും പദവിയും സ്ഥാനമാനങ്ങളും എല്ലാം നിങ്ങളെ തേടി നിങ്ങളുടെ കാൽച്ചുവട്ടിലേക്ക് വരുന്ന സമയമാണ്. അടുത്തതായി വരുന്നത് കുംഭം രാശിയാണ്. കുംഭം രാശിയുടെ ജീവിതത്തിലും ഇനി ഉയർച്ചയുടെ സമയമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറും. ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളുണ്ടാകും. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യവൽക്കരിക്കുന്ന കാലഘട്ടം. ഈശ്വരൻ്റെ അനുഗ്രഹവും സംരക്ഷണവും ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി ഒന്നിനും ആരുടെ മുന്നിലും കൈനീട്ടേണ്ടതായി വരുന്നില്ല. നിങ്ങൾക്കിനി മാറ്റത്തിൻ്റെ സമയമാണ്. ഈശ്വരാധീനത്താൽ നിങ്ങളുടെ കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉടലെടുക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ കഴിയുന്നതാണ്. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച ആ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ ജീവിതം അടിമുടി മാറിമറിയുവാൻ പോകുന്നത്. ക്ഷണം നേരം കൊണ്ട് തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ ദൃശ്യമാകും. നിങ്ങൾക്കിനി വളരെ വലിയ നേട്ടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകളാണ് ഉണ്ടാവുക. കുടുംബസമേതം വിനോദയാത്രകളും തീർത്ഥാടന യാത്രകളും പോകുവാനുള്ള അവസരങ്ങളും കൈവന്നു ചേരും. എല്ലാവരും കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക. പ്രത്യേകമായി ഇന്ന് നാളെയും ദേവീക്ഷേത്രങ്ങൾ ദർശിച്ച് മനമുരുകി ഈശ്വരനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും ആശ്വാസവും ഉണ്ടാകുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.